അൽക്കാഫിൽ തന്നെ 57-ാമത്തെ ആയത്ത് നമ്മൾ പറഞ്ഞു, അള്ളാഹ് തന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടിട്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും തന്റെ കൈകൾ മുൻകൂട്ടി ചെയ്തത് മറന്നു കളയുകയും ചെയ്തവനേക്കാൾ അക്രമി ആരുണ്ടെന്ന്. അപ്പൊ അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ കേൾപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അതിനെ നിഷേധിച്ച ആളുകൾ, മെയിൻ ചെയ്യാതെ നടന്ന ആളുകളെയാണ് ഇവിടെ പറയുന്നത്. അവര് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന പക്ഷം ഒരിക്കലും സന്മാർഗം സ്വീകരിക്കില്ല എന്ന്. അള്ളാന്റെ തെളിവുകൾ കേൾക്കുന്ന സമയം, ആ സമയം നമ്മൾ അതിനായിട്ട് നിഷേധിച്ച് തള്ളരുത്. അല്പം നമ്മൾ അതിനെ പറ്റി ചിന്തിക്കാനും പഠിക്കാനൊക്കെ ഒരു സമയം നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് നമ്മൾ അവരുടെ ഹൃദയം പോലെ ഇരിക്കും നിഷേധിക്കുന്ന കാര്യം. പക്ഷെ അറ്റ്ലീസ്റ്റ് പഠിക്കാനുള്ള ഒരു സമയം, ചിന്തിക്കാനുള്ള ഒരു സമയങ്ങൾ നമ്മൾ കണ്ടെത്താതെ എടുത്തു ചാടി ഒരിക്കലും നിഷേധിക്കുന്ന രീതിയിൽ നമ്മൾ ആവരുത്. കാരണം ആ ഒരു സെക്കൻഡ് തന്നെ അള്ളാഹു നമ്മളെ ഹൃദയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നിഷേധിക്കുന്ന രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയം അള്ളാഹു എന്ത് ചെയ്യും? ഹൃദയത്തെ ലോക്ക് ചെയ്യും. പിന്നീട് ഒരിക്കലും സത്യം മനസ്സിലാക്കാനോ ചിന്തിക്കാനോ നമ്മളെ കണ്ണിനോ കാതിനോ ചെവിക്കോ ഒന്നിനു തന്നെ കഴിയൂല. അതാണ് അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത്. തന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയിട്ട് ഓർമ്മിപ്പിക്കപ്പെട്ടിട്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും തന്റെ കൈകൾ മുൻകൂട്ടി ചെയ്തത് മറന്നു കളയുകയും ചെയ്തവനേക്കാൾ അക്രമി ആരുണ്ടെന്ന്. അത്തരം ആളുകളുള്ള അവസ്ഥയാണ് പറയുന്നത്. അള്ളാന്റെ തെളിവുകൾ കേൾക്കുന്ന സമയം പെട്ടെന്ന് നിഷേധിക്കുന്നവരാരും ആവരുത്. കാരണം ആയി കഴിഞ്ഞാൽ അവരുടെ കർമ്മങ്ങൾ അപ്പൊ തന്നെ നിഷ്ഫലമായി പോകുന്നു. അതുകൊണ്ടാണ് മുട്ടുകുത്തി അയഞ്ഞിട്ടെങ്കിലും ഐസുമല കയറിയിട്ടെങ്കിലും അള്ളാന്റെ റസൂല് പറയുന്നത് എന്താ? മഹദിമാമിനെ നിങ്ങൾ ബൈഅത്ത് ചെയ്യണമെന്ന്. അപ്പൊ മഹദിമാമ് കൊണ്ടുവരുന്നത് യഥാർത്ഥ നീതിയായിരിക്കും, യഥാർത്ഥ സത്യമായിരിക്കും. അത് അംഗീകരിക്കാത്തവരൊക്കെ നരകത്തിലേക്കാണ് ഉള്ളത് എന്നുള്ള സൂചനയാണ്. അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്തിട്ടായാലും നിങ്ങൾ മഹദിമാമിനെ ബൈഅത്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്.